എന്തൊക്കെയാണ് കണ്ടെത്തിയത്? ഇനി എന്താണ് നടപടിക്രമങ്ങൾ? ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞാണ്. രണ്ടാമത്തെ ഇപ്പോൾ ഈ ഇവിടെ വീടിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പോൾ നടന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റിൽ ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി കിട്ടിയിട്ടുള്ളതാണ്. അത് അസ്ഥി ബോൺ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കണം. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റൊരു നടപടി ചെയ്യും. അത് ഇന്ന് കാലം അത് സർ, മറ്റാരെങ്കിലും ഈ കേസിൽ കസ്റ്റഡി അത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഈ ഭാവിനെ ഇപ്പോൾ എടുത്ത് തെളിവെടുപ്പ് നടത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഭാവൻ പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അത് വേറൊരു കാര്യത്തിന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഭാഗത്ത് ഓക്കെ. എന്തായാലും ഇങ്ങനെ ഒന്നും അറിയാത്ത കുട്ടികളെയാണ് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ തോന്നി കേട്ടപ്പോൾ തന്നെ. ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളെയാണ് ഇങ്ങനെ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ നശിപ്പിച്ചത്. അത് എത്രയും വലിയ തെറ്റാണ്. ഈ സംഭവം ന്യൂസ് കണ്ടിട്ടാണ് അറിഞ്ഞത്. പിന്നെ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ അറിയോ ചോദിച്ചിട്ട്. അപ്പോൾ അഡ്രസ്സ് പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഭവിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വാർഡിൽ ഭവിൻ ഉള്ളതായിട്ട് എനിക്കറിയാം. പക്ഷെ അഡ്രസ്സ് പറഞ്ഞാലല്ലേ ഇതന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്രസ്സ് പറയുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇവരുടെ അച്ഛൻ്റെ വീട്ടും പേര് ചേനക്കാലയാണ്. പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് അമ്മയുടെ വീട്ടുപേര് പനിയത്ത് ഹൗസാണ്. അപ്പോൾ എനിക്ക് അതാണ് അറിയണ്ടായുള്ളൂ, ചേനക്കാല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ചേനക്കാല ഹൗസാണെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ്, ഈ വീട് തന്നെയാണെന്ന്. ഇല്ല, സ്റ്റേഷനിൽ നിന്ന് ഇന്നാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് മാതൃഭൂമിയിൽ നിന്നാണ്. ശ്രീശോഭ എന്ന് പറഞ്ഞ ആളാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വാർഡിലാണെന്ന് അറിയാൻ അഡ്രസ്സ് അറിയണ്ടേ. ഉള്ളവർക്ക് മാതാവ് എന്ന നിലയ്ക്ക് ഇത് മറ്റുള്ള മാതാക്കൾക്കും കൂടി ഒരു അംഗീകരിക്കാൻ പറ്റുന്നതല്ല. രക്ഷിതാക്കളും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത വിധത്തിലായിരിക്കണം ഇനിയുള്ള നടപടികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ